ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ മഹാറാണി ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ 1 കിലോഗ്രാം ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കുക. ഇനി അതിനായുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. 1 ബേ ലീഫ്, 7 ഗ്രാമ്പൂ, 3 ഏലക്ക, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, ഒരു ചെറിയ പീസ് തക്കോലവും എടുക്കുക. പിന്നെ 10 ഉണക്കമുളകും 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തിയും എടുക്കുക. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, തക്കോലം എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് ചൂടാകുമ്പോൾ ഉണക്കമുളകും കസൂരി മേത്തിയും ഇട്ട് വഴറ്റുക. അതും ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ശേഷം ആ പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് 3 മീഡിയം സൈസിലുള്ള നീളത്തിൽ അരിഞ്ഞ സവാള ഇട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ശേഷം കഴുകി വെച്ചിരുന്ന 1 കിലോഗ്രാം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ടു വരുമ്പോൾ 1/2 കപ്പ് കട്ട തൈര് അതിലേക്ക് ആഡ് ചെയ്ത് 2 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് മല്ലിയിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം മുമ്പ് വറുത്ത് വെച്ചിരുന്ന പൊടിയില്ലായിരുന്നോ അതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് വേകാനായി വെക്കുക. അങ്ങനെ ചിക്കൻ എല്ലാം വെന്ത് കഴിയുമ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് പിന്നെ നെയ്യില്ലാത്തതുകൊണ്ട് ബട്ടറാണ് കേട്ടോ യൂസ് ആക്കുന്നത്. വേണമെങ്കിൽ ബട്ടർ ചോറൊന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുത്ത് അതൊന്ന് വഴണ്ടപ്പോൾ സവാളയും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം കൈമ റൈസ് ആഡ് ചെയ്ത് വഴറ്റി ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് വേകാനായി വെച്ചു. അപ്പോഴേക്കും ചിക്കൻ മഹാറാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു സലാഡും ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ചിക്കൻ മഹാറാണി മറ്റൊരു ബൗളിലേക്ക് മാറ്റി. അപ്പോഴേക്കും നെയ്ച്ചോറൊക്കെ റെഡിയായി. ഇനി ഇത് ആസ്വദിച്ചൊരു കഴിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.